ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് ലവ് ആൻഡ് കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇപ്രാവശ്യം ഞാൻ എല്ലാം വീഡിയോസ് ഓർഡറിലല്ല ഇട്ടിരിക്കണേ. ലാസ്റ്റ് വീഡിയോസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലാസ്റ്റ് റീഡിങ്സിൽ ഏത് സോഡിയാക് സൈനിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ആൻഡ് ലൈക്സ് കിട്ടിയെന്ന് വെച്ചാൽ ആ വീഡിയോനെയാണ് ഞാൻ മുമ്പേ റിലീസ് ചെയ്തത്. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങളുടെ വീഡിയോസിനും കുറേ ലൈക്സ് കിട്ടി, അതിനു വേണ്ടിയിട്ട് താങ്ക് യു. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് വേഗം കാണണം വെച്ചാൽ അത്രയും കൂടുതൽ വ്യൂ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ വീഡിയോസിനൊക്കെ കൂടുതൽ ട്രാക്ഷൻ കിട്ടും ആൻഡ് വ്യൂസ് കിട്ടുമ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ വീഡിയോ മുമ്പേ വേഗം ഇടും. അപ്പോൾ നിങ്ങളുടെ ഇപ്രാവശ്യത്തിൻ്റെ റീഡിങ് നമ്മൾ ലവ് ആൻഡ് കരിയർ ആണ് ചെയ്യാൻ പോണത്. നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് എന്താ ഉണ്ടാവാൻ പോണേ ലവിൽ കരിയറിൽ, അതാണ് നമ്മൾ നോക്കാൻ പോണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങളുടെ ലവ് ലൈഫിൽ എന്താണ് വരാൻ പോണത് നെക്സ്റ്റ്? നിങ്ങളുടെ ലവ് ലൈഫിൽ ക്വീൻ ഓഫ് സോഡ്സ് ആണ് ഫസ്റ്റ് കാർഡ്. ഇതൊരു ക്വിക്ക് റീഡിംഗ് ആണ്, അപ്പോൾ കൂടുതൽ കാർഡ്സ് ഞാൻ എടുക്കുന്നുണ്ടാവില്ല. 8 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ ആൻഡ് 7 ഓഫ് സോഡ്സ് ഉണ്ട്. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഓവറോൾ എനർജി സാജിറ്റേറിയസ് 4 ഓഫ് സോഡ്സ്. നിങ്ങളുടെ കരിയറിൽ എന്താണ് മെസ്സേജ്? എന്താണ് വരാൻ പോണത് നിങ്ങളുടെ കരിയറിൽ? പേജ് ഓഫ് കപ്സ്, ഡെവിൾ ആൻഡ് 2 ഓഫ് കപ്സ്. ഓവറോൾ എനർജി ഔട്ട്കം കരിയറിൽ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ സാജിറ്റേറിയസ് ലവ് ലൈഫിൽ 4 ഓഫ് സോഡ്സ് ആണ്. ഇതൊരു ഹീലിംഗിൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട് റീസെൻ്റ്ലി, ഓരൽസ് ഒരു സെപ്പറേഷനിലായിരിക്കും ആരുടെയോ അടുത്തുനിന്ന്, ഓരൽസ് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഒരു ഹീലിംഗ് എനർജിയിലായിരിക്കും. അതും അല്ലാച്ചാൽ മേ ബി നിങ്ങൾക്ക് കുറച്ചൊരു സമയം അലോൺ ടൈം വേണം എന്ന് വെച്ച് അതുകൊണ്ടായിരിക്കും നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊരു സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കണത്, സെപ്പറേറ്റ് ആയിട്ട് ഈ സമയത്ത് സമയം സ്പെൻഡ് ചെയ്യണത്. പക്ഷെ ഇത് കുറെ സെൽഫ് ഫോക്കസ് ആയിട്ടൊരു പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ സമയത്ത് എന്തോ ഹീലിംഗ് എനർജിയിലാണ്. അപ്പോൾ ചില കേസസിൽ മേ ബി നിങ്ങൾക്കൊരു ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടായതുകൊണ്ടും ഒരു സെപ്പറേഷൻ ആവാൻ വഴിയുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ കാര്യങ്ങളാണ് പ്രയോറിറ്റൈസ് ചെയ്യണത് ഈ സമയത്ത്. ഇതാണ് നിങ്ങളുടെ ഓവറോൾ ഔട്ട്കം എനർജി. ക്വീൻ ഓഫ് സോഡ്സ് ഇവിടെ ഫസ്റ്റ് കാർഡാണ്. അപ്പോൾ അഗൈൻ എനിക്കിവിടെ ഒരു സെപ്പറേഷൻ്റെ എനർജിയാണ് കിട്ടുന്നത്. ചില കേസസിൽ ഇതൊരു ഡിവോഴ്സും ആയിരിക്കാം, ഓരൽസ് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ സമയത്തിൻ്റെ ആ സെപ്പറേഷൻ പീരീഡിലായിരിക്കാം. അതല്ലാച്ചാൽ മേ ബി കല്യാണം നിങ്ങളുടെ കഴിഞ്ഞില്ല വെച്ചാലും ഇതൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കാരണം നിങ്ങൾ സെപ്പറേറ്റഡ് ആവണ എനർജി ആയിരിക്കാം. നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ ഇതൊരു കുറേ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ എനർജിയിലാണ് ഇപ്പോൾ. നിങ്ങൾക്ക് ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല ഈ സമയത്ത്. നിങ്ങൾ കുറേ ഫേം ആണ്, സ്ട്രേറ്റ് ആണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയണത്. ഏതെങ്കിലും പേഴ്സൺ നിങ്ങളെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കണ്ട വെച്ചാൽ നിങ്ങൾ അങ്ങനത്തെ പേഴ്സണെ ഒട്ടും എൻ്റർടൈൻ ചെയ്യില്ല. നിങ്ങൾക്ക് ഫ്ലേർട്ടിങ് അതൊക്കെ ഓക്കെ ആണ്, പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം അതിൽ. ഏതെങ്കിലും പേഴ്സൺ നിങ്ങൾക്കൊരു ക്ലിയർ വൈബ്സ് തരുന്നില്ല വെച്ചാൽ അങ്ങനത്തെ ആൾക്കാരെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യില്ല. അപ്പോൾ കുറേ ഒരു സ്ട്രോങ് പേഴ്സൻ്റെ എനർജിയാണ് ഇത്, നല്ല എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ബൗണ്ടറീസ് അറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ സമയത്ത്. 8 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ നെക്സ്റ്റ് കാർഡ്. അപ്പോൾ 8 ഓഫ് സോഡ്സ് ഒരു സ്റ്റാഗ്നന്റ് എനർജിയുടെ സ്റ്റാഗ്നന്റ് പേഴ്സൻ്റെ എനർജിയാണ്. മെന്റൽ സ്റ്റാഗ്നേഷൻ ഉണ്ട് ഇവിടെ കുറേ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി സെപ്പറേറ്റഡ് ആണ് ആരുടെയോ അടുത്തുനിന്ന്. അങ്ങനെ സിറ്റുവേഷനിലാണ് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ടതെന്ന്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്ട്രേറ്റ് ആയിട്ട് ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ
സിറ്റുവേഷൻ ഇവിടുന്ന് മുമ്പോട്ട് പോകില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കണത്. ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവോ, ബ്രേക്കപ്പ് ആവോ, റീകൺസിലിയേഷൻ ആവോ, എന്താ ഉണ്ടാവാൻ പോണേ ഒന്നും അറിയാത്ത എനർജിയാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ കുറെ ഫ്രസ്ട്രേറ്റഡ് ആയി ഫീൽ ചെയ്യണു. നിങ്ങൾക്കൊരു ആക്ഷനും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു എനർജിയിലാണ് നിങ്ങൾ. അതുകൊണ്ട് ഒരു സ്റ്റാഗ്നേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ. 7 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ലാസ്റ്റ് കാർഡ്. അപ്പോൾ 8 ഓഫ് സോഡ്സിന് 7 ഓഫ് സോഡ്സിലേക്കാണ് നിങ്ങൾ പോവണത്, ഒരു സ്റ്റെപ്പ് ബാക്ക്വേർഡ്സ്. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു ഇൻഫർമേഷനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തോ ഒരു റെഡ് ഫ്ലാഗ് ഉണ്ട് ഈ സിറ്റുവേഷനിൽ, അതിനെ നിങ്ങൾ വാണിച്ചിട്ട് ഇഗ്നോർ ആണ് ചെയ്യണത്. എന്നുവെച്ചാൽ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യണത്. ആക്ച്വലി നിങ്ങൾ സ്റ്റാഗ്നന്റ് അല്ല. നിങ്ങൾക്ക് വേണിച്ച ഒരു ആക്ഷൻ എടുക്കാം, പക്ഷെ നിങ്ങൾ വേണിച്ചിട്ട് ഒരു റിയാലിറ്റീനെ ഇഗ്നോർ ആണ് ചെയ്യണത്. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ സ്റ്റാഗ്നന്റ് ഫീൽ ചെയ്യണം. നിങ്ങൾക്ക് ഈ റെഡ് ഫ്ലാഗ് എന്താണെന്ന് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്കൊരു സൊല്യൂഷനും കിട്ടും. ഇത് ആക്ച്വലി ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷൻ അല്ല, പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കാത്തതുകൊണ്ടാണ് ഇത് സ്റ്റാഗ്നന്റ് ആയിരിക്കണേ. അപ്പോൾ നിങ്ങൾ ആ ബ്ലൈൻഡ് ഫോൾഡ് ഊരിയ നിങ്ങൾക്ക് അറിയും എങ്ങനെയാ ഈ റിലേഷൻഷിപ്പിന്റെ എന്തായിരിക്കും ഫ്യൂച്ചർ. എല്ലാം ആൻസേഴ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട്, പക്ഷെ എന്തോ നിങ്ങൾ വാണിച്ചിട്ട് ഇഗ്നോർ ആണ് ചെയ്യണത്. നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും. ആ റിയാലിറ്റീനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം എന്താ ഉണ്ടാവുക എന്ന് അത് വിചാരിച്ചിട്ടായിരിക്കും പേടിക്കുണ്ടാവുക. പക്ഷെ ഈ കാര്യം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റാത്തത്. അപ്പോൾ എന്താ ഈ റെഡ് ഫ്ലാഗ്, എന്താണ് ഈ കാര്യം നിങ്ങൾ ഇഗ്നോർ ചെയ്യണമെന്ന് വെച്ചാൽ അത് സൂക്ഷിച്ച് നിങ്ങൾ ആലോചിച്ചിട്ട് റീകൺസിഡർ ചെയ്യാം. നിങ്ങളുടെ കരിയറിലേക്ക് ചെല്ലാം. നിങ്ങളുടെ കരിയറിൽ 7 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. ഇത് ഔട്ട്കം ആണ് നിങ്ങളുടെ. കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് നിങ്ങളുടെ കരിയറിൽ. ഞാൻ കാണുന്നത് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ആണ്. ഇതൊരു ക്രിയേറ്റീവ് ന്യൂ ബിഗിനിങ് ആയിരിക്കാം, പക്ഷെ ഇത് ഡെഫിനറ്റ്ലി ഒരു പുതിയ ബിഗിനിങ് ആണ്. ഒരു ന്യൂ ഓഫർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടാവും. ഒരു ബിസിനസ് ഓഫർ ആയിരിക്കാം, ഒരു കരിയർ ഓഫർ ആയിരിക്കാം. പക്ഷെ ഇത് നിങ്ങളുടെ ഇൻട്രസ്റ്റുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കുറെ എക്സൈറ്റഡ് ആണ് ഈ ഓഫർ കിട്ടുമ്പോൾ. പക്ഷെ ഇവിടെ എന്തോ ഒരു ആദ്യം ഡെവിലാണ് കാണുന്നത്. അപ്പൊ ഡെവിൽ എന്തോ ഒരു ടോക്സിക് സിറ്റുവേഷൻ ആണ്, ഓറെൽസ് ഒരു ടോക്സിക് കമ്പനിയാണ്, ഓറെൽസ് ആ കമ്പനിയുടെ ആൾക്കാർ മേ ബി എന്തോ ഒളിപ്പിക്കുന്നുണ്ടാവും. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തോ ഒരു കാര്യം ഓപ്പണായി പറയുന്നില്ല. അതുകൊണ്ടും ഈ ഡെവിൽ ഇവിടെ ചിലപ്പോ കാണും. അപ്പോ എന്തോ ഒരു ആദ്യം നിങ്ങളുടെ കരിയറിലും ഞാൻ കാണുന്നത് എന്തോ ഒരു കാര്യം നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കുന്നില്ല. ആൻഡ് കുറെ ഒരു അൺഹെൽതി പാറ്റേൺസും ഉണ്ട് ഈ ഈ ഡെവില്. മേ ബി അൺഹെൽതി ടൈമിങ്സ് ആയിരിക്കാം, ഇല്ല അൺഹെൽതി പിന്നെ ഈ വർക്ക് കൾച്ചർ അൺഹെൽതി ആയിരിക്കാം. മേ ബി കലീഗ്സിന്റെ ബിഹേവിയർ അൺഹെൽതി ആയിരിക്കാം. മേ ബി നിങ്ങളുടെ ബോസും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അൺഹെൽതി ആയിരിക്കാം. എന്തായാലും ഇവിടെ എന്തോ ഒരു ടോക്സിക് സിറ്റുവേഷൻ ഇവിടെ കാണാണ്ട്. 2 ഓഫ് കപ്സ് ഞാൻ ഇവിടെ കാണുന്നു. ഇതൊരു പാർട്ട്ണർഷിപ്പിന്റെ എനർജിയാണ്. ചില കേസസിൽ ഇതൊരു ലവ് സിറ്റുവേഷൻ്റെയും എനർജിയാണ്. അപ്പൊ അതും എനിക്ക് വേറെ ഒരു മെസ്സേജ് ഇവിടെ കിട്ടണത് എന്താ വെച്ചാൽ മേ ബി നിങ്ങളും നിങ്ങളുടെ ഒരു കലീഗ് ഡേറ്റ് ചെയ്യുന്ന വെച്ചാൽ അത് നിങ്ങളുടെ ഓഫീസ് പോളിസീസിന്റെ അഗൻസ്റ്റ് ആണ് വെച്ചാൽ കുറച്ച് സൂക്ഷിക്കണം. നിങ്ങളൊരു സീക്രട്ട് റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ചില കമ്പനീസിൽ അങ്ങനെ പോളിസീസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കലീഗിനെ ഡേറ്റ് ചെയ്യാൻ പാടില്ല, ഇല്ല വെച്ചാൽ അത് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടുണ്ടെന്ന് വെച്ചാൽ അത് കുറച്ച് സൂക്ഷിക്കണം. വേറെ കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ബോസിന്റെ കൂടെ, ഒരു ഹയർ അപ്പിന്റെ കൂടെ, ഓരൽസ് നിങ്ങളുടെ ജൂനിയറുടെ കൂടെ നിങ്ങളുടെ ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ട് വെച്ചാൽ അത് സീക്രട്ട് ആണ് വെച്ചാൽ അതും ഒരു ഇഷ്യൂ ആണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ അതാണ് ഇവിടെ ഡെവിൽ ആയിട്ട് കാണുന്നത്. എന്നുവെച്ചാൽ ഈ കാര്യം നിങ്ങൾ ഒളിപ്പിക്കാൻ നോക്കണ്ട വെച്ചാൽ അത് എക്സ്പോസ് ആവും. അപ്പൊ എന്തോ ഒരു അങ്ങനത്തെ സിറ്റുവേഷൻ, ഒരു വേറെ അഫെയർ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, അങ്ങനത്തെ എന്തോ ഒരു കാര്യം ഞാൻ ഇവിടെ കാണുന്നു. ഇത്
ലവിന്റെ കാര്യം ഒട്ടും അല്ല വെച്ചാ ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അതൊരു അൺഹെൽത്തി പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. അഗൈൻ നിങ്ങളുടെയും നിങ്ങളുടെ കലീഗിന്റെ ഇടയ്ക്ക് ആയിരിക്കാം, ഓരൽസ് നിങ്ങളുടെയും നിങ്ങളുടെ ബോസിന്റെ ഇടയ്ക്ക് ആയിരിക്കാം. ഒരു വെരി ടോക്സിക് എൻവയറമെന്റ്, വർക്കിംഗ് എൻവയറമെന്റ്. ആൻഡ് അതാണ് ഇവിടെ 7 of Pentacles ഉള്ളത്. എന്നുവെച്ചാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ കാര്യങ്ങള്, ആ ഡെവലപ്മെന്റ്സ് ഒക്കെ കുറച്ച് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അത് ഇമ്മീഡിയറ്റ്ലി ആ എഫേർട്സിന്റെ റിവാർഡ്സ് കിട്ടാൻ പോകുന്നില്ല, കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന. പക്ഷെ നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിന് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ ഞാൻ അവിടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. ആൻഡ് എത്രയും പറ്റണ വെച്ചാൽ അത്ര ലൈക്ക് ചെയ്യുക, ഇതിനെ, ഈ വീഡിയോനെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ അങ്ങനെ നിങ്ങളുടെ വീഡിയോസിനെ കൂടുതൽ വ്യൂസ് കിട്ടിയാൽ നെക്സ്റ്റ് ടൈം ഞാൻ നിങ്ങളുടെ വീഡിയോ ആയിരിക്കും മുമ്പേ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ തിരിച്ചു വരും ഞാൻ വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.